ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് യേശുക്രിസ്തു ശീമോൻ പത്രോസിൻ്റെ പടകിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു. അതെ, നമ്മുടെ ജീവിതത്തിൽ യേശു കടന്നു വരുമ്പോൾ യേശു നമുക്ക് ചില തിരുത്തലുകൾ തരും, നല്ല നിർദ്ദേശങ്ങൾ തരും, നല്ല വഴി കാണിച്ചു തരും, യഥാർത്ഥ വഴിയിലൂടെ നമ്മെ നയിക്കും. കർത്താവിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒരു പടകിൽ യേശു കയറി ശീമോൻ പത്രോസിനോട് പറയുകയാണ്, കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു ദേഷ്യത്തോട് പറയുകയല്ല, യേശു റിക്വസ്റ്റ് ചെയ്തു, യേശു സജസ്റ്റ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മെ ബലബന്ധം ചെയ്യുന്ന ഒരു ദൈവമല്ല, നമ്മെ ഭയങ്കരമായി നിർബന്ധിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവമല്ല. നമുക്ക് നിർദ്ദേശങ്ങൾ തരും, നമുക്ക് ആലോചനകൾ തരും, നമുക്ക് വഴി കാണിച്ചു തരും, നമുക്ക് സ്വാതന്ത്ര്യവും തരും. ഏദൻ തോട്ടത്തിൽ ആദാമിനോടും ഹവ്വായോടും ദൈവം പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് അനുഭവിക്കാം, എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. എൻ്റെ പ്രിയരെ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചൊരു വനവാസം പോലെ പോകുന്ന ജീവിതമല്ല. സൗഭാഗ്യമുള്ള കുടുംബജീവിതം അനുഭവിക്കാം, മക്കളെ വളർത്താം, ജോലി ചെയ്യാം, പണം സമ്പാദിക്കാം, തെറ്റൊന്നുമില്ല. എന്ത് തെറ്റ്? കർത്താവിന് സ്തോത്രം. അതിൽ ആശ്രയിക്കാതിരുന്നാൽ മതി. നമ്മുടെ ലക്ഷ്യം യേശുവായിരിക്കണം, യേശു പ്രസാദിക്കണം. ഏത് കാര്യങ്ങളിൽ ഇടപെടാം, ദൈവം ദുഃഖിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഇടപെടാം. തെറ്റല്ലാത്ത കാര്യങ്ങൾ, ദൈവം പ്രസാദിക്കാത്ത കാര്യങ്ങൾ വരരുതെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. കരയിൽ നിന്ന് അല്പം നീക്കണം. കര ഈ ലോകത്തെ കാണിക്കുന്നു, കര എന്നുള്ളത് പാപത്തെ കാണിക്കുന്നു. കരയിൽ നിന്ന് നീക്കണം പറഞ്ഞത്, കരയിൽ നിന്ന് നീക്കി അങ്ങ് ആഴക്കടലിലേക്ക് പോകാൻ പറഞ്ഞില്ല. കരയിൽ നിന്ന് അല്പം നീക്കണം. മോനെ, നിന്നോട് കർത്താവ് പറയുന്നത്, മോനെ നീ ആ കൂട്ടുകെട്ട് ഒന്ന് വിടണം. മോനെ നീ ആ മദ്യപിക്കുന്ന കൂട്ടുകെട്ട് ഒന്ന് വിടണം. മകളെ, നിന്നെ തിന്മയിലേക്ക് വലിച്ചഴയ്ക്കുന്ന ബന്ധം നീ ഒന്ന് വിടണം. എൻ്റെ പ്രിയ മകനെ, നീ കഞ്ചാവ് വലിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്നൊന്ന് മാറണം. ഇങ്ങനെ കർത്താവ് നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മുടെ നന്മയ്ക്കുള്ളതാണ്. ഞാൻ 19-ാമത്തെ വയസ്സിൽ കൃപയാൽ യേശുവിൻ്റെ വചനം കേട്ട് മനസ്സെത്തപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ്. ആ കാലങ്ങളിൽ, ആ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കർത്താവ് എനിക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ തന്നു, എന്തെല്ലാം ഗൈഡൻസ് തന്നു. ഞാൻ 4-5 വയസ്സുള്ളപ്പോൾ വഴിയരിയിൽ കിടന്നെടുത്തതായ ചില കശുവണ്ടി, എൻ്റെ സ്വന്തപ്പെട്ട വീട്ടിലും ബന്ധപ്പെട്ട വീട്ടിലും പോകുമ്പോൾ അവിടുന്ന് എടുക്കുന്ന ചില 50 പൈസയുടെ നാണയത്തൊട്ടുകൾ, ചിലരോട് നുണ പറഞ്ഞത്, ചിലതെല്ലാം കൊച്ചു കൊച്ചു മോഷണങ്ങൾ നടത്തിയത്, എല്ലാം കർത്താവ് എനിക്ക് കാണിച്ചത് പറഞ്ഞു, മോനെ നീ തിരുത്തണം. 19 വയസ്സുള്ള യൗവനക്കാരനായ ഞാൻ, പ്രത്യേകിച്ചറിയാൻ ടീനേജിലൂടെ പോകുന്ന കുട്ടികൾക്ക് എല്ലാത്തിനും ഒരു ലജ്ജയും മറ്റുള്ളവരുടെ മേൽ താഴാനുള്ളതായ ഒരു മടിയുമുണ്ട്, സ്വാഭാവികമാണ്. എന്നാൽ എൻ്റെ കർത്താവ് കൃപയാൽ എനിക്ക് നിർദ്ദേശം തന്നപ്പോൾ അത് ശിരസാവഹിക്കാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. അതും കൃപയാണ്. എത്രയോ വീടുകളിൽ എൻ്റെ സ്വന്തം പിതാവിൻ്റെ അനുജന്മാരോട്, സ്വന്തം പിതാവിൻ്റെ സിസ്റ്റേഴ്സിനോട്, അമ്മയുടെ ബ്രദറിനോട്, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ, അയൽവക്കത്തുള്ള വീടുകളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, എൻ്റെ സഹപാഠികളോട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ അറിഞ്ഞും അറിയാതെയും മോഷ്ടിച്ചതും എടുത്തതും മറച്ചു വെച്ചതെല്ലാം കൊടുത്തു തീർക്കുവാൻ, അത് ഏറ്റുപറയുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. കർത്താവ് എന്നെ സഹായിച്ചു. യേശു നമ്മുടെ ജീവിതത്തിൽ പടകിൽ വരുമ്പോൾ യേശു ചില നിർദ്ദേശങ്ങൾ തരും, ചില തിരുത്തലുകൾ തരും, ചില ശുദ്ധീകരണത്തിന് തരും. ചിലർക്കത് ഇഷ്ടപ്പെടുകയില്ല. നാം കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ മക്കളിലൂടെ ചില പാപങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരും. മോനെ, ഇന്നത് നീ തിരുത്തണം, ഇന്ന വഴിയിലൂടെ നീ പോകരുത്, ഇന്ന കൂട്ടുകെട്ട് നിനക്ക് പാടില്ല, നീ ഇന്നതുപോലെ ജീവിക്കണം, പൈസ ചിലവഴിക്കുന്നത് നീ കൺട്രോൾ ചെയ്യണം, കൂട്ടുകൂടി നീ മദ്യപിക്കാൻ പോകുന്നില്ലെങ്കിൽ നീ കൂട്ടുകൂടി എന്നും ഹോട്ടലിൽ കയറി നിന്റെ പൈസ മുഴുവൻ ചിലവഴിക്കരുത്, നീ പൈസ ചിലവഴിക്കുന്നത് സൂക്ഷിക്കണം, പൈസ സമ്പാദിക്കുന്നത് സൂക്ഷിക്കണം. ഇങ്ങനെ കർത്താവ് ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കൃപയാൽ തരും.
അതൊരു ഭാഗ്യമാണ്. നമ്മെ നയിക്കാനൊരു ദൈവമില്ലേ? എന്തൊരു ഭാഗ്യം! നാം ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ വീഴ്ചകളും തകർച്ചകളും പരാജയങ്ങളും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വന്തം ജീവിതത്തിനനുസരിച്ച്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടാതെ, ദൈവിക വഴിയിലൂടെ നടക്കാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന നിർദ്ദേശങ്ങൾ, ദൈവമക്കളിലൂടെ ദൈവാത്മാവ് തന്നതായ ചില നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് മൂലം വിളിച്ചു വരുത്തിയതായ ചില വിപത്തുകളാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ അത് ഓർത്ത് നിങ്ങൾ അനുഭവിക്കണം. കർത്താവേ, യോന പറഞ്ഞതുപോലെ എൻ്റെ നിമിത്തം ഈ വലിയ കോൾ സംഭവിച്ചിരിക്കുന്നു. യോനയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് ചെന്ന് നീ നിനവെ പട്ടണത്തിന് വിരോധമായി സംസാരിക്കുക. എന്നാൽ യോന തർസോസിലേക്ക് കപ്പൽ കയറി. ഇല്ലേ? എന്ത് സംഭവിച്ചു? യോന വിളിച്ചു വരുത്തിയ ചില ആപത്തുകൾ. ഇന്ന് അനേക ദൈവമക്കൾ സ്വന്തം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നു, പക്ഷേ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുന്നില്ല. സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം വഴികൾ. മകനെ, നിന്റെ സ്വന്തം വഴി നിന്നെ ആപത്തിൽ ചെന്ന് ചാടിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇന്ന് നിനക്ക് അനുഭവിക്കാം, കർത്താവേ തെറ്റിപ്പോയി, ഓ എൻ്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യോനയ്ക്കുള്ള ദൈവിക വെളിപ്പാടാണത്. എൻ്റെ നിമിത്തമാണ് ഈ പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെയൊന്ന് അക്സെപ്റ്റ് ചെയ്യാമോ? അംഗീകരിക്കാമോ? എൻ്റെ നിമിത്തമാണ്. ഓ ഗ്രഹനാഥനായ പ്രിയ സഹോദര, നീ മറ്റ് ഭാര്യയിലേക്കും കുഞ്ഞുങ്ങളിലേക്കും അവരെ പഴിചാരിയിട്ട് കാര്യമില്ല, സാഹചര്യങ്ങളെ പഴിചാരിയിട്ട് കാര്യമില്ല. എൻ്റെ നിമിത്തമാണ് ഈ വലിയ ഗോൾ സംഭവിച്ചിരിക്കുന്നത്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറ്റാരിലേക്കും വിരൽ ചൂണ്ടാതെ എൻ്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഈ കെടുതി വരാൻ കാരണം ഞാനാണ്. എൻ്റെ അഹങ്കാരമാണ്, എൻ്റെ സ്വയമാണ്, ഞാനെന്ന ഭാവമാണ്, എനിക്ക് എല്ലാത്തിനും കഴിയുമെന്നുള്ള എൻ്റെ സ്വയ ചിന്തയാണ്, എൻ്റെ സ്വയ പ്രശംസയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കെടുതിക്ക് കാരണം ഞാൻ തന്നെയാണ്. ഞാനിതാ താഴുന്നു. ഓ പത്രോസിനോട് ദൈവം പറഞ്ഞു, കരയിൽ നിന്നൽപ്പം നീക്കണം. കർത്താവ് പറയുന്ന അനുസരിച്ച് നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവ് നന്മയ്ക്കാക്കി തീർക്കും. നിങ്ങൾ കർത്താവിന് അതിനനുസരിക്കാമോ? ചില ദൈവമക്കൾക്ക് തിരുത്തലുകൾ കിട്ടിയാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും, അവരത് തിരുത്തും. ചിലർ ചോദ്യം ചെയ്യും, ചിലർ മത്സരിക്കും, ചിലർ ദൈവത്തെ തന്നെ പഴിപറയും. എന്നാൽ അതെല്ലാം തനിക്ക് തന്നെ ദോഷം വരുത്തുകയാണ്. കർത്താവ് തരുന്ന നിർദ്ദേശങ്ങൾ അത് പാലിച്ചാൽ വലിയ മഹത്വത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തും. പത്രോസിനോട് ദൈവം പറഞ്ഞു, കരയിൽ നിന്ന് അല്പം നീക്കുക. പത്രോസ് നീക്കി. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന നിർദ്ദേശങ്ങൾ, കർത്താവിന് വചനം തരുന്നത്, മോനെ, നിന്നെ ചില പാരമ്പര്യ കെട്ടിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്നു, ചില ആഭിചാരങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നു, ചില ചടങ്ങുകളിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്നു. ചടങ്ങുകൾ ഒരു മനുഷ്യനെ രക്ഷിക്കുകയില്ല എന്ന് നിന്നോട് പലപ്പോഴും സംസാരിച്ചു. വിശ്വാസമാർഗത്തിലേക്ക് നീ വരിക എന്ന് പറഞ്ഞിട്ടും ഇന്നും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങൾ മാത്രം നീ കുടുങ്ങി കിടക്കുന്നു. എൻ്റെ മകനെ, നിന്റെ വിപത്തിന് കാരണം നീ തന്നെയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വഴിയിലേക്ക് വരിക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേകം കുടുംബങ്ങളിൽ സംഭവിച്ച കെടുതികൾക്ക് കാരണം ദൈവവചനത്തിന്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഇടം കൊടുക്കാത്തതാണ്. എത്രയോ വിവാഹ ബന്ധങ്ങൾ തകർന്നു പോകാൻ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മോനെ, നീ ഇന്ന വിവാഹബന്ധത്തിലേക്ക് പോകരുത്. പക്ഷേ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി പോകുന്നു, അപകടങ്ങളിൽ ചെന്ന് വീഴുന്നു. എൻ്റെ പ്രിയരെ, ഒരു മനുഷ്യന് ഈ ഭൂമി ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം വചനമനുസരിക്കുക എന്നുള്ളതാണ്. വചനത്തിൽ ചിലത് അനുസരിക്കും. ഒരുപാട് പേര് വചനത്തിൽ ഉള്ള ചില കാര്യങ്ങൾ അനുസരിക്കും. എന്നാൽ കുറച്ചു പേർ മാത്രമേ വചനത്തിലുള്ള എല്ലാം അനുസരിക്കുകയുള്ളൂ. ചിലർ പറയും, കൽപ്പന അനുസരിച്ചോ, ഒരു കാര്യത്തെ ലക്ഷ്യമാക്കിയാണ് കൽപ്പന അനുസരിച്ചോ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കർത്താവിൻ്റെ വചനത്തിൽ എത്രയോ കൽപ്പനകളുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. എന്താണ് കൽപ്പന? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹിക്കുന്ന കൽപ്പന അനുസരിക്കുകയില്ല, വേറെ പല കൽപ്പനകളും അനുസരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞാൽ എല്ലാം അനുസരിക്കണം. ഭാഗികമായിട്ടുള്ള അനുസരണമല്ല ക്രിസ്തീയ ജീവിതം. അനുസരിക്കുക, കണ്ണു മറിച്ചനുസരിക്കുക. നിനക്ക് നാണം വരും. തിരുത്താൻ പോയാൽ, ഞാനൊരു കള്ളനാണെന്നോ ഞാനൊരു മോഷ്ടാവാണെന്നോ പറഞ്ഞാൽ ലജ്ജയല്ലേ എന്ന് തോന്നും. അമ്മാവിയമ്മയുടെ മുന്നിൽ ചെന്ന് മരുമകൾ പറയുകയാണ്, അമ്മേ, എനിക്ക് തെറ്റു വന്നു, ഞാൻ അമ്മയെ സ്വന്തം അമ്മയെ പോലെ കണ്ടില്ല,
എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ കണ്ടില്ല, അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അപമാനമെന്ന് വിചാരിക്കും. മകളെ, നീ അത് പിടിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത തരികയില്ല. പ്രിയപ്പെട്ട അമ്മായിമ്മയോട് പറയാം, സ്വന്തം മോളോട് നീരസം വന്നുവെങ്കിൽ പറഞ്ഞ് ക്ഷമ പറയുക. മോളെ, സ്വന്തം പെറ്റ മോളെ പോലെ എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം, നമുക്കിനി ഒരുമിച്ച് പോകാം. അങ്ങനെ പരസ്പരം സ്നേഹവും ഐക്യം വരുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ മധ്യത്തിൽ വരും, നിങ്ങളുടെ കുടുംബത്തിൽ വരും. നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരാൻ പ്രിയരെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും, നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും പരിഹാരം കർത്താവ് തരും, നിങ്ങളുടെ രോഗങ്ങൾക്ക് പരിഹാരം തരും, നിങ്ങളുടെ ഭൗതികവും ആത്മീയമായ കാര്യങ്ങൾക്ക് കർത്താവ് പരിഹാരം തരും. അതിന് തടസ്സം ഇന്ന് വചനമനുസരിക്കുന്നില്ല, സ്വന്തം വഴിയിലൂടെ പോകുന്നു, സ്വന്തം ആലോചന പ്രകാരം ജീവിക്കുന്നു. ഈ വചനത്തിലെല്ലാം ഉണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ പണം സമ്പാദിക്കണം, എങ്ങനെ പണം ചെലവഴിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ജോലി ചെയ്യണം, എങ്ങനെ ജോലി തന്ന യജമാനോട് എങ്ങനെയാകണം, എങ്ങനെ ജോലിയിൽ വിശ്വസ്തയോടെ നിൽക്കണം, എങ്ങനെ ദൈവവേലക്കാരനായിരിക്കണം, പുരുഷൻ എങ്ങനെ ജീവിക്കണം, സ്ത്രീ എങ്ങനെ ജീവിക്കണം, ഭാര്യ എങ്ങനെ ജീവിക്കണം, ഭർത്താവ് എങ്ങനെ ജീവിക്കണം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. അയൽക്കാരനോട് എങ്ങനെയായിരിക്കണം ബന്ധം, ഈ വചനം അനുസരിക്കുക. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ കരയിൽ നിന്ന് അല്പം നീക്കണം. മോനെ, നീ ഒരല്പം നീക്കിയാൽ നിന്നെ അധികത്തിലേക്ക് കർത്താവ് നയിച്ചുകൊള്ളും. ഹല്ലേലൂയ. ഒരല്പം കർത്താവ് കഴിഞ്ഞാൽ ഒരല്പം. ഇന്ന് ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നാഥ, അവിടുത്തെ വചനപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നു, ഞാൻ തയ്യാറാണപ്പ, ഞാൻ അവിടുത്തെ വചനപ്രകാരം നിന്നുകൊള്ളാമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ അതൊരു ചെറിയ ചുവടാണ്, ചെറിയൊരു സ്റ്റെപ്പാണ്. ആ ചെറിയ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ വലിയ സ്റ്റെപ്പിലേക്ക് കർത്താവ് നയിക്കും, ആഴത്തിലേക്ക് നയിക്കും. ആഴത്തിലേക്ക് പത്രോസ് നയിച്ച കാര്യങ്ങൾ നമുക്ക് അടുത്ത മെസ്സേജിൽ ചിന്തിക്കാം. ഇപ്പോൾ എന്തു പറയുന്നു? നാഥ, ഞാൻ അവിടുത്തെ വചനപ്രകാരം ജീവിച്ചു കൊള്ളാം, അവിടുത്തെ വചനപ്രകാരം ഞാൻ നടന്നുകൊള്ളാം, അവിടുത്തെ ആലോചനയ്ക്ക് ഞാൻ ചെവി ചായച്ചു കൊള്ളാം. എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കർത്താവേ, എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടണമേ, എൻ്റെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും അനുഗ്രഹിക്കപ്പെടണമേ. നാഥ, എന്നെ അവിടുത്തെ കരങ്ങൾ വഹിക്കണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതം വേർതിരിച്ച അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനമയച്ചവരെ സൗഖ്യമാക്കണമേ. അവിടുത്തെ വചനത്താൽ അവരെ നയിക്കണമേ, നിയന്ത്രിക്കണമേ. അവിടുത്തെ നാമം മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും പ്രാർത്ഥനയിലൂടെ മറുപടി തരുന്ന ജീവന ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.